ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഷൈനിയുടെ ഭർത്താവ് നോബിയെ അറസ്റ്റ് ചെയ്തു. ഏറ്റുമാനൂർ പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് നടപടി. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, എല്ലാവരെയും സങ്കടക്കടലിലേക്ക് തള്ളിവിട്ടതാണ് ഈ അമ്മയുടെയും രണ്ട് പെൺമക്കളുടെയും ആത്മഹത്യ. ട്രെയിനിന് മുന്നിൽ ചാടി ചിന്നിച്ചിതറിയ നിലയിൽ അവരുടെ മൃതദേഹങ്ങളുടെ കാഴ്ചയൊക്കെ അങ്ങേയറ്റം സങ്കടം വരുത്തുന്നതായിരുന്നു. ഇതിൽ കൃത്യമായൊരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. ഭർത്താവ് നോബി അറസ്റ്റിലായിരിക്കുന്നു. വിവരങ്ങൾ നേരത്തെ തന്നെ നോബിയുടെ പ്രേരണ ഈ ആത്മഹത്യക്ക് പിന്നിലുണ്ട് എന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. ഒപ്പം തന്നെ വലിയ കുടുംബകലഹം ഈ നോബിയുമായി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി മാസങ്ങളായി അകന്നു കഴിയുകയാണ് നോബിയുടെ കുടുംബം. ഒപ്പം തന്നെ ഒരു ഡിവോഴ്സ് കേസും ഏറ്റുമാനൂർ കോടതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടെയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നീങ്ങിയത്. ഫെബ്രുവരി 28-നായിരുന്നു ഏറ്റുമാനൂർ 101 കവല വടകരയിൽ വീട്ടിൽ ഷൈനിയും മക്കളായിട്ടുള്ള അലീന, ഇവാന എന്നിവരും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ഇപ്പോൾ കേസിൽ ഷൈനിയുടെ ഭർത്താവ് തൊടുപുഴ ചുങ്കം ചേരിയിൽ വീട്ടിൽ നോബിയെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഇതിന്റെ മറ്റു കാര്യങ്ങളുടെ ഭാഗമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചോദ്യം ചെയ്യലിന് പിന്നാലെ ഇയാളുടെ ഫോണിൽ നിന്ന് ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് നോബി ഏറ്റുമാനൂരിൽ എത്തിയിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് 9 മാസങ്ങൾക്ക് മുമ്പാണ് നോബി ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് ഈ രണ്ട് പെൺമക്കളുമായി ഇത്തരത്തിൽ ഷൈനി ഏറ്റുമാനൂരിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് വന്ന് താമസം തുടങ്ങിയത്. എന്നാൽ ഫോണിലൂടെ ഇത്തരത്തിൽ പിരിഞ്ഞു താമസത്തിന് ശേഷവും ഫോണിലൂടെയും മറ്റും ഭീഷണിയും അതുപോലെ തന്നെ ഈ പീഡനവും മാനസികമായിട്ടുള്ള പീഡനവും എല്ലാം തന്നെ തുടർന്നിരുന്നു എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. അതിന്റെ രേഖകളെല്ലാം തന്നെ പോലീസ് ഇയാളുടെ ഫോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രേരണാ കുറ്റം ചുമത്തി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരി മിഥുൻ, കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് നോബിയുടെ ഭാര്യ ഷൈനിയും മക്കളായ അലീനയും ഇവാനയും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടത്.